എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായ കൊഴുക്കട്ടയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഴുക്കട്ട. ഞാനിത് ശർക്കരയും തേങ്ങയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പകരം പഞ്ചസാരയും തേങ്ങയും ഉപയോഗിച്ച് വിളയിക്കാതെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. കൊഴുക്കട്ടയാണല്ലോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അതിനായിട്ട് ഒരു പാത്രം ഇവിടെ എടുത്തിരിക്കുന്നു. അതിലേക്ക് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്ത അരിപ്പൊടി. അരിപ്പൊടിയിലേക്ക് പാകത്തിന് ആ പൊടിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ അരിപ്പൊടിയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം, തണുത്ത വെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം. അത് നമുക്ക് ഒഴിക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതാ നന്നായിട്ടത് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു ഈ ചപ്പാത്തിയുടെയൊക്കെ പാകം പോലെ ആകണം. എന്നാലേ അത് നമുക്ക് നല്ല വണ്ണം ഉരുട്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ച് അരിപ്പൊടി ഞാൻ നല്ലവണ്ണം കുഴച്ച് വച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിൽ ചേർക്കാനുള്ള ശർക്കരയും തേങ്ങയും അടങ്ങുന്ന മിശ്രിതം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചിരിക്കുന്നു. ചീനിച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഞാൻ വെള്ളത്തിലിട്ട് പാനിയാക്കിയതാണ് ഇത്. അപ്പോൾ ഇതിലെ കല്ലും കരടും എല്ലാം പോയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നു. ശർക്കര പാനി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരം ചിരകിയതും ശർക്കര പാനിയും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ ഒരു 3 ഏലക്കായയും കുറച്ച് സാധാരണ ജീരകവും പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച ഏലക്കായയും ജീരകവും ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഈ ശർക്കര പാനി നന്നായിട്ട് അതിൻ്റെ ജലാംശമെല്ലാം വറ്റി നാളികേരവും പാനിയും കൂടി നല്ല കട്ട പോലെ ആകണം. അതുവരെ നമ്മൾ ഈ ചീനിച്ചട്ടിയിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ നാളികേരവും ശർക്കരയും ചേർന്നിട്ടുള്ള മിശ്രിതം റെഡി ആയിട്ടുണ്ട്. ഇതിലെ ജലാംശമെല്ലാം വറ്റി നന്നായിട്ട് കുറുതായിട്ട് നല്ല കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പാകത്തിനാണ് നമ്മളിത് എടുക്കേണ്ടത്. അരിപ്പൊടി ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴച്ച് വെച്ചത് നല്ല പാകമായിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ ചെറിയ ഉരുളകളാക്കണം. ഇതുപോലെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെ പരത്തണം. പരത്തിയതിന് ശേഷം കുറച്ച് ശർക്കരയും നാളികേരവും നമ്മൾ വിളയിച്ചെടുത്തത് അതതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് എല്ലാ അറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കുക. വീണ്ടും നന്നായിട്ട് ഉരുട്ടുക. ഇതുപോലെ ഉരുട്ടി നല്ല ഗോളാകൃതിയിൽ നല്ല ഭംഗിയിൽ എടുക്കണം. ഓരോ കൊഴുക്കട്ടയും നമുക്ക് ഇതുപോലെ എടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് എടുക്കാം. എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ ഞാൻ ഉരുട്ടി എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമുക്ക് ഓരോ കൊഴുക്കട്ടയും റെഡിയാക്കി വച്ചിരിക്കുന്നത് എടുത്തു വയ്ക്കാം. ഇതിൽ വേകുന്നതിനാവശ്യമായ വെള്ളം ചേർക്കണം. ആവിയിലിരുന്നാണ് വേകുന്നത്. കത്തിക്കാം. അതിലേക്ക് നമുക്ക് ഇഡ്ഡലി പാത്രം എടുത്തു വയ്ക്കാം. ആവിയിലിരുന്ന് വേകട്ടെ. ഇത് ഏകദേശം ആവി വന്നതിന് ശേഷം ഒരു
20 മിനിറ്റോളം ഇരിക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. കൊഴുക്കട്ട വേകാനായിട്ട് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് അത് എന്തായി എന്ന് നോക്കാം. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിരിക്കുന്നു. ഇത് 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് ഇത് എല്ലാവർക്കും കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക.